ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും അധികം പരിഹസിക്കപ്പെട്ട കാര്യബോധമില്ലാത്ത മറ്റൊരു നേതാവ് ഉണ്ടാകില്ല. അതെ, നമ്മൾ സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ യുവരാജാവ് സാക്ഷാൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു കണ്ടുപിടുത്തവുമായി വന്നിരിക്കുകയാണ്. രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇന്ധന നിയന്ത്രണം നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പരാജയമാണത്രേ. കേൾക്കുമ്പോൾ തന്നെ ചിരിയാണ് വരുന്നത്. ലോകം മുഴുവൻ വലിയ സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളത് എന്ന് രാജ്യത്തിന്റെ വലിയൊരു ഗതികേടാണ്. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കടലാസുമായി വന്ന് മൈക്കിന് മുന്നിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരാണോ ഇന്ത്യയിലെ ജനങ്ങളെന്ന് രാഹുൽ ഗാന്ധി ചിന്തിക്കണം. രാഹുൽ ഗാന്ധി മോദിയുടെ 12 വർഷത്തെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2014 മുൻപുള്ള 60 വർഷം നിങ്ങളുടെ ഈ പാർട്ടി രാജ്യത്തോട് ചെയ്തത് എന്തായിരുന്നുവെന്ന് അദ്ദേഹം സൗകര്യപൂർവ്വം മറക്കുകയാണ്. രാഹുൽ ഓർമ്മയുണ്ടോ എന്നറിയില്ല. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഇന്ധനവില കൃത്രിമമായി പിടിച്ചു നിർത്താൻ UPA സർക്കാർ എടുത്ത കടം, അതായത് ആ കുപ്രസിദ്ധമായിട്ടുള്ള ഓയിൽ ബോണ്ടുകൾ, അതാരാണ് തിരിച്ചടച്ചത്? നിങ്ങളുടെ സർക്കാരിന്റെ പിടിപ്പുകേട് കാരണമാണ് കോൺഗ്രസ് വരുത്തിവെച്ച 1.5 ലക്ഷം കോടിയിലധികം വരുന്ന ആ കടം പലിശ സഹിതം അടച്ചു തീർത്തത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരാണ്. സ്വന്തം പാർട്ടി ഭരിച്ചപ്പോൾ രാജ്യത്തെ കടക്കെണിയിലാക്കിയ ചരിത്രം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക ശാസ്ത്രവും ഭരണതന്ത്രവും മോദിയെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അന്ന് കോൺഗ്രസ് ഉണ്ടാക്കിവെച്ച ലക്ഷക്കണക്കിന് കോടിയുടെ കടബാധ്യത ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതിലും എത്രയോ കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം നൽകുവാൻ മോദി സർക്കാരിന് കഴിയുമായിരുന്നു. സ്വന്തം പാപങ്ങളുടെ ഭാരം മോദിയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന രാഹുലിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഈ പ്രസ്താവനയിലൂടെ പുറത്തുവരുന്നത്. ഇന്നത്തെ ആഗോള സാഹചര്യം എന്താണെന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് അറിയാമോ എന്നറിയില്ല. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളും കാരണം ലോകമെമ്പാടും ക്രൂഡ് ഓയിൽ വിതരണം വലിയ പ്രതിസന്ധിയിലാണ്. യൂറോപ്പിലെയും അമേരിക്കയിലെയും വൻകിട രാജ്യങ്ങൾ പോലും പെട്രോളിനും ഡീസലിനും വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അമേരിക്കയിൽ ഇന്ധനവില കുതിച്ചുയരുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു പട്ടിണി വരാതിരിക്കാൻ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ദീർഘവീക്ഷണമുള്ള മുൻകരുതലുകളെയാണ് ഭരണപരാജയമെന്ന് ഈ ബുദ്ധിമാൻ വിളിക്കുന്നത്. ഓർത്തു നോക്കുക, റഷ്യൻ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാതെ രാജ്യതാൽപര്യം മാത്രം മുൻനിർത്തി റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയ മോദിയുടെ തന്ത്രം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകില്ല. വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കാനും വിദേശികളുടെ മുന്നിൽ രാജ്യത്തെ താഴ്ത്തിക്കെട്ടാനും മാത്രം അറിയാവുന്ന അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ ചങ്കൂറ്റം എങ്ങനെ മനസ്സിലാകാനാണ്? വരാനിരിക്കുന്ന ആഗോള ഇന്ധനക്ഷാമത്തെ നേരിടാൻ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ റിസർവുകൾ നിറയ്ക്കുവാനും ഭാവി സുരക്ഷിതമാക്കാനുമുള്ള നീക്കങ്ങളാണ് പ്രതിപക്ഷം കണ്ണടച്ചെതിർക്കുന്നത്. ഇനി രാഹുൽ ഗാന്ധി പറയുന്ന 12 വർഷത്തെ ഭരണപരാജയം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 2014 കോൺഗ്രസ് ഭരണമൊഴിയുമ്പോൾ ഇന്ത്യയിലെ പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് 1.5% മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് 20% മുകളിലാണ്. എഥനോൾ ബ്ലെൻഡിംഗ് എന്ന ഈ ഒറ്റ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യമാണ് മോദി സർക്കാർ രാജ്യത്തിന് വേണ്ടി ലാഭിച്ചത്. ആ പണം മുഴുവൻ പോയത് നമ്മുടെ രാജ്യത്തെ കർഷകരുടെ പോക്കറ്റിലേക്കാണ്. ഈ നേട്ടം രാഹുൽ ഗാന്ധിക്ക് കാണാൻ കഴിയുമോ? സോളാർ എനർജി, കാറ്റ് വഴിയുള്ള വൈദ്യുതി, സർവത്ര ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങി ഗൾഫ് രാജ്യങ്ങളെ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി മോദി സർക്കാർ ചെയ്തതുപോലെ മറ്റൊരു സർക്കാരും ഇന്ത്യയുടെ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. PM സൂര്യഘർ യോജനയിലൂടെ കോടിക്കണക്കിന് വീടുകളിൽ സൗജന്യമായി സോളാർ പാനലുകൾ നൽകി രാജ്യത്തെ ജനങ്ങളെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നത് 12 വർഷത്തെ ഭരണ പരാജയമാണോ രാഹുൽ? നിങ്ങളുടെ കാലത്ത് കൽക്കരി കുംഭകോണം നടത്തി ഖജനാവ് കൊള്ളയടിച്ചതാണോ നിങ്ങൾ പറയുന്ന ഭരണ നേട്ടം? ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടത് നരേന്ദ്രമോദിയെ പോലെ അതിശക്തനായ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരി. അല്ലാതെ കുടുംബ തലമുറകളായി ഭരിച്ച മണ്ഡലമായ അമേഠിയിൽ പോലും ഒരു വികസനവും കൊണ്ടുവരാൻ കഴിയാതെ വയനാട്ടിലേക്കും റായ്ബറേലിയിലേക്കും ഒളിച്ചോടിയിട്ടുള്ള നേതാവിനെ അല്ല ഇന്ത്യക്ക് ആവശ്യം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമെങ്കിലും ഈ ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന് മുന്നിൽ വയ്ക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാം കണ്ണടച്ചെതിർക്കുക, രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുക എന്ന ഒറ്റ അജണ്ട മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. വിദേശ രാജ്യങ്ങളുടെ അജണ്ടകൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ടൂൾ കിറ്റ് ഗ്യാങ്ങുകളുടെ വക്താവായി രാഹുൽ ഗാന്ധി അധപ്പതിച്ചിരിക്കുന്നു. ഈ ഇന്ധന നിയന്ത്രണം എന്നത് വരാനിരിക്കുന്ന വലിയ ആഗോള ഊർജ്ജ പ്രതിസന്ധിയെ മുൻകൂട്ടി കണ്ടുള്ള ഇന്ത്യ നടത്തുന്ന ഒരു തയ്യാറെടുപ്പാണ്. അത് ഭരണപരാജയമല്ല, മറിച്ച് രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണാധികാരിയുടെ മാസ്റ്റർ സ്ട്രോക്കാണ്. രാജ്യത്തിന്റെ ഓരോ തുള്ളി ഇന്ധനവും രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സൂക്ഷ്മമായ പ്ലാനിംഗ്. രാഹുൽ ഗാന്ധി ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. കാരണം അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലല്ലോ. പക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കാര്യം കൃത്യമായി അറിയാം. നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഈ രാജ്യം 100% സുരക്ഷിതമാണ്. പ്രതിസന്ധികളെ അദ്ദേഹം അവസരങ്ങളാക്കി മാറ്റും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? താഴെ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.